ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണത്? ലവ് ജിഹാദ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്താ പറയുക, വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അതായത് പ്രത്യേകിച്ച് ഹിന്ദു യുവതികളെ പ്രണയം നടിച്ച് പ്രണയത്തിലേക്ക് കൊണ്ടുവന്ന് മുസ്ലിം യുവാക്കൾ അതിനുശേഷം ആ പെൺകുട്ടികൾ പ്രണയത്തിൽ വീണു എന്ന് മനസ്സിലാകുമ്പോൾ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. അതിനുശേഷം തങ്ങളുടെ മതത്തിലേക്ക് അവരെ എത്തിക്കുന്നു. അങ്ങനെ ദക്ഷിണ കർണാടകയിൽ ഏകദേശം 30,000-ഓളം സ്ത്രീകൾ ഇത്തരത്തിൽ ലവ് ജിഹാദിൽ പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ സത്യസരണി എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മതം മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ ദിനംപ്രതി നമ്മൾ കേൾക്കുന്നുണ്ട്. നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ ഇതുവരെ മറന്നിട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ എന്ന് പറയുന്ന സ്ഥലത്ത് അച്ഛനും അമ്മയ്ക്കും 2 മക്കളിൽ ഇളയവളാണ് നിമിഷ ഫാത്തിമ. പഠിക്കാൻ പോയ സ്ഥലത്ത് ഒരാൾ പ്രണയിച്ച് മതം മാറ്റി കൊണ്ടുപോകുന്നു. നിമിഷ എന്നാണ് പേര്, പിന്നീട് ഫാത്തിമ എന്ന് മാറി എന്നുള്ളതാണ്, നിമിഷ ഫാത്തിമയായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ലവ് ജിഹാദ് നമ്മുടെ ഹിന്ദു സ്ത്രീകളെ വലിയ രീതിയിൽ വരിഞ്ഞു മുറുക്കുകയാണ്. ഇവരുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദു സ്ത്രീകളെ എന്താ പറയുക, ഹിന്ദു സ്ത്രീകളെ പീഡിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ബലാത്സംഗം ചെയ്യുക, അവരെ ലൈംഗികമായി ഉപയോഗിക്കുക, അതിനുശേഷം ഞങ്ങളുടെ മതത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ഓരോ ഗർഭപാത്രത്തിലും ഹിന്ദു യുവതികളുടെ മുസ്ലിം കുഞ്ഞുങ്ങൾ ജനിക്കണം എന്നാണ്. അതായത് ഓരോ ഹിന്ദു യുവതികളുടെയും ഗർഭപാത്രത്തിൽ ജനിക്കേണ്ടത് മുസ്ലിം കുഞ്ഞുങ്ങളാണ് എന്നാണ് ഒരു പണ്ഡിതൻ ഒരിക്കൽ പറയുകയുണ്ട്. അത് വലിയ വിവാദങ്ങൾക്കൊക്കെ ഇടവരുത്തിയ കാര്യമാണ്. അപ്പോൾ ഈ ഹിന്ദു സ്ത്രീകൾ അറിയുന്നില്ല ഇവരെ ഈ തരത്തിലേക്ക് മതം മാറ്റുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു കട്ട കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു മകൾ, ഒറ്റ മകളാണ്, പെൺകുട്ടി ബികോം സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് അവർക്കൊരു ഹോട്ടലൊക്കെ ഉണ്ട്. ആ ഹോട്ടലിലാണ് ഈ പെൺകുട്ടി വന്ന് ഈ അക്കൗണ്ട് സെക്ഷനിലൊക്കെ ഇരിക്കുമായിരുന്നു. അവിടെ ഇറച്ചി കൊണ്ടുവരുന്ന ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിമാണ്. ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയുമായി പ്രണയത്തിലാവുന്നു. ഒരു ദിവസം ഒളിച്ചോടി പോകുന്നു. പിന്നീട് ഈ അച്ഛനും അമ്മയും കാരണം അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്നതിലുപരി ഒരു അച്ഛനാണ്, ഒറ്റ മകളാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇയാളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ആ പെൺകുട്ടിയെ കാണുമ്പോൾ മുഴുവൻ ഈ ശിരോവസ്ത്രം ധരിച്ച് കണ്ണ് മാത്രം പുറത്ത് കണ്ട് പേരൊക്കെ മാറ്റി കുഞ്ഞിൻ്റെ പേരും, അതായത് ഒരു നായർ സമുദായത്തിൽ അല്ലെങ്കിൽ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പേര് മാറ്റുന്നു, വസ്ത്രരീതി മാറ്റുന്നു, കുഞ്ഞിൻ്റെ പേര് മാറ്റുന്നു. അപ്പോൾ അവളുടെ മുഴുവനായി ഹിന്ദുത്വത്തിൽ നിന്ന് അവൾ മുസ്ലിം മതം സ്വീകരിച്ച് അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. അസമിലാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അസമിൽ ജനങ്ങൾ നന്നായി ഈ ഡോക്ടറെ കൈകാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. ഡിസംബർ 22-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. അസമിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം ഡോക്ടർ ഒരു ഹിന്ദു നേഴ്സിനെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഇസ്ലാം മതം സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ഖുറാനൊക്കെ വായിക്കാനും ഒക്കെ അവരെ നിർബന്ധിച്ചു. ഇസ്ലാം മതം ഞാൻ സ്വീകരിക്കില്ല, ഞാൻ ഹിന്ദു മതത്തിൽ തന്നെ തുടരുമെന്ന് അവർ പറയുകയും അങ്ങനെ പറഞ്ഞപ്പോൾ അവരെ ശാരീരികമായി ഡോക്ടർ വലിയ രീതിയിൽ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. ഈ ഡോക്ടറിൻ്റെ പേര് സെലക്സ് ആലം എന്നാണ്. ഈ ഗൈനക്കോളജിസ്റ്റാണ് ഇദ്ദേഹം. ഗൂർഖ സമുദായത്തിൽപ്പെട്ട നേഴ്സിനെയാണ് ജോലി വാഗ്ദാനം ചെയ്തത്. അതായത് സർക്കാർ ആശുപത്രിയിൽ ജോലി നൽകാം എന്ന് പറഞ്ഞാണ് പ്രണയിച്ചത്. ജോലി വാഗ്ദാനം ചെയ്താണ് ഈ ആലം ഈ പെൺകുട്ടിയെ ശാരീരികമായി ഉപയോഗിച്ചത്. ഇടയ്ക്കിടെ പെൺകുട്ടിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാർഗരിറ്റ സിവിൽ ആശുപത്രിയിൽ തന്നോടൊപ്പം ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ട് സർക്കാർ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യായിരുന്നു ഈ പെൺകുട്ടിയെ ഉപയോഗിച്ചതെന്നാണ് പെൺകുട്ടി തന്നെ പറയുന്നത്. സർക്കാർ ജോലിയായതുകൊണ്ട് ആ പെൺകുട്ടി സമ്മതിച്ചു. അയാളുടെ കീഴിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അയാൾ തൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി പെൺകുട്ടിയെ ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം OTയിൽ ജോലി ചെയ്യാൻ അവളെ വിളിപ്പിച്ചു. വൈകുന്നേരത്തോടെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അയാൾ അവളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്തോ കൊടുത്തു. അതിനുശേഷം അവൾ ബോധരഹിതയായി. അബോധാവസ്ഥയിലാണ് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. 22 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് പ്രായം.
ഇത് വീഡിയോയിൽ അയാൾ പകർത്തി. ഈ പെൺകുട്ടിയെ ബോധം കെടുത്തി ലൈംഗികമായി ഉപയോഗിക്കുന്നത് വീഡിയോയിൽ പകർത്തി. എന്നിട്ട് ജോലി സ്ഥലത്ത് വച്ചും അവളെ ദേഹത്തെ സ്പർശിക്കാനും അവളുടെ ബ്രസ്റ്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ കടന്നു പിടിക്കാനും ശ്രമിച്ചു. ബോധാവസ്ഥയിലായപ്പോൾ അയാൾ എടുത്ത വീഡിയോ അവളെ കാണിച്ചുകൊണ്ടാണ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയത്. ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് ശരീരം വേണമെന്ന് പറഞ്ഞല്ല, നീ മുസ്ലിം മതം സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചൂഷണം ചെയ്യുകയും ചെയ്തു. മാത്രമല്ല മുസ്ലിം ആകാനും ഖുറാൻ വായിക്കാനും നിർബന്ധിച്ചു. സിഗരറ്റ് ഉപയോഗിച്ച് ദേഹത്ത് വേദനിപ്പിക്കാൻ, ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇസ്ലാം മതം സ്വീകരിക്കില്ല എന്ന് വിസമ്മതിച്ചതിന് അയാൾ തന്നെ വലിയ രീതിയിൽ ശാരീരികം ഉപയോഗിക്കുകയും ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. 3 മാസത്തോളം ഈ പീഡനം തുടർന്നു. ഗൂർഖ സ്റ്റുഡൻറ് യൂണിയനെ ഈ പെൺകുട്ടി സമീപിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടിയോടൊപ്പം ഈ സ്റ്റുഡൻറ് യൂണിയനിലെ അംഗങ്ങളെല്ലാം കൂടി ആശുപത്രിയിലെത്തി ഇയാളെ തൂണിൽ കെട്ടിയിട്ട് ആളുകൾ അടിച്ച് പദം വരുത്തി എന്നാണ് പറയുന്നത്. ഇത് പോലീസ് കേസ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഗർഭിണിയായ സ്ത്രീയുടെ മരണത്തിന് അശ്രദ്ധ കാണിച്ചതായി ഡോക്ടർ സെലക്സ് അലത്തിനെതിരെ കുറ്റം ചുമത്തിയിരുന്നു. റാബിയ ഖാത്തൂനെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ അവരുടെ നില ഗുരുതരമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അവിടെ അവർക്ക് ചികിത്സ നൽകാമെന്ന് പറഞ്ഞു. എന്നാൽ രോഗി സ്വകാര്യ ആശുപത്രിയിലെത്തി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹം എത്തിയില്ല. അവരുടെ നില വഷളായതിനെ തുടർന്ന് ആശുപത്രി അവരെ അസം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. പക്ഷേ വഴിയിൽ വെച്ച് അവർ മരിച്ചു. സംഭവത്തിന് ശേഷം ജില്ലാ ഭരണകൂടത്തിന് അദ്ദേഹത്തിനെതിരെ പരാതി എടുത്തു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു ലവ് ജിഹാദ് അത് നമ്മളെ ഹിന്ദു സ്ത്രീകളെ വലിയ രീതിയിൽ എന്താ പറയുക, അവരെ ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത് ആദ്യം പ്രണയം നടിക്കുന്നു, പ്രണയത്തിലേക്ക് അവരെ വീഴ്ത്തുന്നു, പിന്നീട് ശാരീരികമായി ഉപയോഗിക്കുന്നു. ശാരീരികം ഉപയോഗിച്ചതിന് ശേഷം ആ വീഡിയോകൾ ഇവർ കയ്യിലെടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് ഇതുപയോഗിച്ചാണ് ഈ പെൺകുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ഇത് പുറം ലോകത്തേക്ക് കാണിക്കും, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും, ബന്ധുക്കളെ കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? തന്നെ പ്രണയിച്ച തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല. ഇസ്ലാം മതം സ്വീകരിക്കണം, ഇസ്ലാം മതത്തിലേക്ക് വരണം, ഇസ്ലാമിൻ്റെ രീതികൾ സ്വീകരിക്കണം, ഖുറാൻ വായിക്കണം, ഞങ്ങളുടെ മതത്തിലേക്ക് വരണം. ഞങ്ങൾ ഇനി തീവ്രവാദത്തിന് കൊണ്ടുപോയാലും ഞങ്ങൾ മറ്റ് ആളുകൾക്ക് കാഴ്ചവെച്ചാലും അതൊക്കെ സഹിച്ച് ഞങ്ങളോടൊപ്പം ജീവിക്കണം. ഇസ്ലാം മതം അതായിരിക്കണം നിങ്ങളുടെ ആജീവനാന്ത കാലത്തെ ജീവിതം എന്ന് പറയുന്നത്. ഇസ്ലാം മതത്തിലെ ജീവിതമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ പെൺകുട്ടികളെ ആകർഷിക്കുന്നതും വിളിക്കുന്നതുമൊക്കെ. അപ്പോൾ ഇവിടെയാണ് അസം ജനത ഇപ്പോൾ അസമിലെ നിയമസഭയിൽ വെള്ളിയാഴ്ചകളിൽ നിസ്കാരത്തിനുണ്ടായിരുന്ന ബ്രേക്ക് അത് മാറ്റി. അത് ബ്രേക്ക് വേണ്ട, മതേതരത്വമുള്ള ഇന്ത്യയാണ്, ഭരണഘടനയിൽ അത്തരം കാര്യങ്ങളില്ലാത്തത് കൊണ്ട് അസം നിയമസഭയിൽ ഈ നിസ്കാര ബ്രേക്ക് വേണ്ട എന്ന് അസം മന്ത്രിസഭ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത് മുന്നോടിയായാണ് ഇപ്പോൾ ലവ് ജിഹാദുമായി ഏതെങ്കിലും സ്ത്രീകളെ ദുരുപയോഗം ചെയ്താൽ അവന്മാരെ ഇടിച്ച് പദം വരുത്തുമെന്ന് അസമിലെ ആളുകൾ തന്നെ തീരുമാനിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്.